അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് രംഗള വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മളൊരു ബീഫിന്റെ ബിരിയാണി പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് ചെയ്യുന്നു. ഇപ്പോൾ അതിന് വേണ്ട ഉള്ളൊക്കെ കട്ട് ചെയ്യാണ്. ഇറച്ചിയുടെ വൈകി കഴുകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ട ഉള്ളിയാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 2 കിലോന് മേലെ ഇറച്ചിയുണ്ട്. 2-2.5 കിലോ ഉണ്ടാവും. ബീഫാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ബിരിയാണീൻ്റെ പരിപാടി. അപ്പോൾ ഇതാദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒന്ന് ബോയിൽ ചെയ്യും, ഒന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ അതൊക്കെ കളഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോയിൽ വരാം. ഓക്കെ. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഏതാണ്ട് 2 കിലോ ഉള്ളി ഉണ്ട്. പിന്നെ ഇത് പട്ട, കറാമ്പൂ, ഏലക്കായി, അങ്ങനെയുള്ള ചപ്പ്, മല്ലിച്ചപ്പ്, പുതിന, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതങ്ങനെ കേട്ടോ വെള്ളിക്കണം. അപ്പോൾ ഇനി അടുത്തത് കാണിച്ചു തരാം. ഇവിടെ ബോയിൽ ചെയ്യണം. ഇറച്ചി ബോയിൽ ചെയ്തിട്ട് ഇതിനെ കച്ചറൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നീട് ഇതിനകത്ത് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് ബോയിൽ ചെയ്ത് എന്നതിന് ശേഷം മസാലയ്ക്ക് ഇട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനത്തെ ഒരു പ്രക്രിയയാണ്. നന്നായിട്ട് വേവണം. എന്നതിന് ശേഷം എടുത്ത് ഊറ്റിയെടുത്തിട്ട് പിന്നീട് മസാലയിലേക്ക് ഇടുന്ന സംഭവമാണ്. അപ്പോൾ ശേഷം വീഡിയോ കാണിക്കാം. ഉള്ളി മസാലയൊക്കെ ഉള്ള ഉള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാണ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഈ 3 കൂടി ഇപ്പോൾ ചേർത്ത് അതൊന്ന് സോഫ്റ്റായി വരട്ടെ. അതിൻ്റെ പച്ചമുളകൊന്ന് പോയിട്ട് ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റായി വരട്ടെ. ഇതിൻ്റെ തക്കാളി ഇട്ട് കൊടുക്കാറുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞളുടെ വരും വെളുത്തുള്ളിയെല്ലാം അതിൻ്റെ പച്ചമുളകൊക്കെ പോയി. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അരപ്പൊടി ഇട്ട് കൊടുക്കണം. ലേശം മുളക് പൊടി, ലേശം മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. പച്ചമുളകിനോട് നല്ല എരിവുണ്ടാവും. ഇതിലേക്ക് നമ്മൾ തക്കാളിയാണ്. ഞാൻ തക്കാളി ഒന്ന് പേസ്റ്റായി വെക്കാം. തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഒന്ന് പേസ്റ്റായി വന്നതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് ആക്കി പണിയാണ്. ഓക്കെ. ഈ ഇറച്ചി നമ്മൾ തിളപ്പിച്ച തിളപ്പിച്ചെടുത്ത ഇറച്ചിയാണ്. അങ്ങനെ ഇനി ഇതിലേക്ക് നമ്മൾ മസാലയിലേക്ക് ഇടുക. തിളപ്പിച്ച് നല്ല 3/4 വേവായിട്ടുണ്ട്. ഇനി ബാക്കി കാപ്പാകും വേവ് ഈ മസാലയിൽ കിടന്ന് വേവണം. എന്നതിന് ശേഷം പിന്നെ തൈര്, പിന്നെ മല്ലിച്ചപ്പ്, പൊടിന് അങ്ങനെയൊക്കെ ചേർക്കാനുണ്ടാവും. പിന്നെ ചോറ് വെച്ചിട്ട് ഇനി ദമ്മിടലാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഇതിൻ്റെ ഈ മസാലയിൽ കിടന്ന് വേവാണ്ട് ഒന്ന് ഇപ്പോൾ 3/4 ഭാഗം വേവായിട്ടുള്ളൂ. ഇനി കാപ്പാകം വേവും കൂടി ഉണ്ട്. അതിന് വേവ് ഇതിൻ്റെ ശേഷം തൈര് ഇറക്കുക. മറ്റുള്ള പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ, മസാലപ്പൊടികൾ, മറ്റു പട്ട, കറാമ്പൊക്കെ പൊടിച്ച് വെച്ചിട്ട് പിന്നെ അവിടെ ദമ്മിനിടും. ഓക്കെ. പടിയാണ്. അപ്പോൾ ലേശം ചോറ് നമ്മൾ ആദ്യം ഇതിൽ പിന്നെ ചട്ടിക്കകത്ത് ചെമ്പക്കകത്ത് ഇടണം. അതിന് ശേഷം ഈ ഉണ്ടാക്കിയ മസാല ഇതിനകത്ത് കൊട്ടുക. എല്ലാ മസാലയും അതിനകത്ത് കൊട്ടുക. ബിരിയാണി മസാലപ്പൊടിയുടെ ലേശം അതിൻ്റെ മേലെ കൊണ്ട് പിന്നെ മല്ലിച്ചപ്പ്, പൊടികൾ, മല്ലിച്ചപ്പ്, പൊടിയാണ്.
ശേഷം ബാലൻസുള്ള ചോറും കൂടി കേട്ടുക. ഞാൻ ചോറിട്ട് കംപ്ലീറ്റ് വിട്ടു. നെയ്യ് കുറച്ച് നെയ്യ് ആർക്കില്ലേ അതിനെ സൂക്ഷിക്കാൻ വെക്കായിരുന്നു. ഒരു കാര്യം പറഞ്ഞു, ഉള്ളി ദിവസം പൊരിച്ച് മേലുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ ബിരിയാണിൻ്റെ പരിപാടി. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇരുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.